അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സെയ്ദ് ഇബ്നു ഖാലിദിൽ ജുഹനി റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഫത്വറ സ്വാഇമൻ കാന ലഹു മിസ്ലു അജ്രിഹി ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സ്വാഇമി ശൈആ. ഇമാം തിർമുദി റഹിമഹുല്ലയും ഇമാം ഇബ്നു മാജ റഹിമഹുല്ലയും റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഒരാൾ നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പ് തുറപ്പിച്ചവന് നോമ്പെടുത്തവന്റെ പ്രതിഫലം കിട്ടും. നോമ്പെടുത്തവനാകട്ടെ ഒട്ടും പ്രതിഫലം കുറയുകയുമില്ല. റമളാൻ മാസത്തിൽ സവിശേഷമായും പ്രതിഫലം നേടാവുന്ന വലിയൊരു പുണ്യകർമ്മത്തെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറയുന്നത്. നോമ്പ് തുറപ്പിക്കൽ, ഇഫ്താർ. 3 രൂപത്തിൽ നമുക്ക് നോമ്പ് തുറപ്പിക്കാൻ കഴിയും. അതിലൊന്ന് കുടുംബക്കാരെയും അയൽവാസികളെയും കൂട്ടുകാരെയും ആരെയെല്ലാം വിളിക്കാൻ സാധ്യമാകുമോ അവരെയെല്ലാം വിളിച്ച് ഉള്ള നോമ്പ് തുറയാണ്. അത് എത്ര കുറച്ച് ആളുകളാണെങ്കിലും ശരി. രണ്ടാമത്തേത് പള്ളികളിൽ നടക്കുന്ന സമൂഹ നോമ്പ് തുറകളാണ്. അത്തരം നോമ്പ് തുറകൾക്ക് പണം നൽകുമ്പോൾ എത്രയോ ആളുകൾ, ഒരുപക്ഷെ നമ്മൾ അറിയുന്ന, നമ്മൾ അറിയാത്ത, നമ്മെ അറിയുന്ന, നാം അറിയാത്ത ഒരുപാട് ആളുകൾക്ക് അതിന്റെ ഗുണമെത്തുകയും അവരുടെയൊക്കെ നോമ്പിന്റെ പ്രതിഫലം അവർക്കൊട്ടും കുറയാതെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. വേണ്ടപ്പെട്ടവരെയും കൂട്ടുകാരെയും കുടുംബക്കാരെയും എല്ലാം നോമ്പ് തുറപ്പിക്കുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന മെച്ചം, ആ ബന്ധം, സ്നേഹം, ഇഴയടുപ്പം കൂടുതൽ ദൃഢമാകുന്നു എന്നതാണ്. മൂന്നാമത്തെ ഒന്ന്, വളരെ ദാരിദ്ര്യവും പ്രയാസവും അനുഭവിക്കുന്ന ഗ്രാമങ്ങളിലേക്ക് 1 മാസത്തേക്കും അങ്ങനെയെല്ലാം കണക്കാക്കി നോമ്പുതുറയുടെ വിഹിതം അയച്ചു കൊടുക്കലാണ്. അതും ഏറെ പുണ്യമുള്ള കാര്യമാണ്. ഒരു കുടുംബം നാം മുഖേന 1 മാസം മുഴുവൻ നോമ്പ് തുറക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. വലിയ പ്രതിഫലം അതിലൂടെ കാത്തിരിക്കുന്നുണ്ട്. മുൻഗാമികളുടെ വളരെ ശക്തമായ മാതൃകയായിരുന്നു ഇങ്ങനെ നോമ്പ് തുറപ്പിക്കുക എന്നത്. മഹാനായ സ്വഹാബി വര്യൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം എപ്പോൾ നോമ്പ് തുറക്കുമ്പോഴും ഏതെങ്കിലും ഒരു മിസ്കീൻ, ഒരു അഗതി അദ്ദേഹത്തിന്റെ കൂടെ നോമ്പ് തുറക്കാൻ ഉണ്ടാകുമായിരുന്നു എന്നാണ്. തനിക്ക് ആവശ്യമുള്ള ഭക്ഷണം പോലും തന്റെ കൂടെ നോമ്പ് തുറക്കുന്ന ആൾക്ക് അങ്ങോട്ട് നീക്കി വെച്ചു കൊടുത്ത് നോമ്പ് തുറപ്പിച്ചിരുന്ന വിധം മറ്റുള്ളവർക്ക് മുൻഗണന നൽകുന്ന ഇഫ്താറുകളെ നമ്മുടെ മുൻഗാമികളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വളരെ പുണ്യകരമായ ഇബാദത്തിൽ ഔത്സുക്യം കാണിക്കാൻ സാധ്യമാകണം. ഇനി അഥവാ നമ്മുടെ സാമ്പത്തിക അവസ്ഥ അതിന് അനുവദിക്കുന്നില്ലെങ്കിൽ അനുവദിക്കുന്ന ആളുകൾ നമ്മുടെ പരിചയത്തിലുണ്ടാകും. അത്തരം ആളുകൾക്ക് ഈ സന്ദേശം എത്തിക്കുകയും അവരെ നോമ്പുതുറയൊരുക്കാൻ പ്രേരിപ്പിക്കുകയും വേണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നോമ്പുതുറ ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അൻ അനസിൻ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാഅ ഇലാ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ഫജാഅ ബിഖുബ്സിൻ വസൈത്തിൻ ഫഅകല ثم قال النبي صلى الله عليه وسلم أفطر عندكم الصائمون وأكل طعامكم الأبرار وصلت عليكم الملائكة. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നു. അദ്ദേഹം നോമ്പ് തുറക്കുള്ള വിഭവങ്ങൾ നൽകി. അങ്ങനെ ഭക്ഷിച്ച സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ അടുക്കൽ നോമ്പുകാരിത നോമ്പ് തുറന്നിരിക്കുന്നു. പുണ്യവാന്മാർ നിങ്ങളുടെ ഭക്ഷണം ഭക്ഷിച്ചിരിക്കുന്നു. മലക്കുകൾ നിങ്ങൾക്ക് ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നു എന്ന്. മലക്കുകൾ നമ്മുടെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരെ കാരണമായേക്കാവുന്ന ഒരു ഇബാദത്താണ് ഇഫ്താർ എന്ന നിലക്ക് വളരെ ഗൗരവത്തിൽ ഈ ഒരു ഇബാദത്തിനെ കാണാൻ സാധ്യമാകണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമളാനിൽ എങ്ങനെയെല്ലാം പ്രതിഫലം ഉണ്ടാക്കാമോ, പ്രതിഫലം വാരിക്കൂട്ടാമോ, അങ്ങനെയെല്ലാം വാരിക്കൂട്ടാനുള്ള അവസരങ്ങൾ കാത്തിരിക്കുകയും അതുപയോഗിക്കുകയും ചെയ്യേണ്ടവരാണ്. ആ അർത്ഥത്തിൽ പ്രതിഫലത്തിന്റെ വലിയൊരു അവസരം നോമ്പ് തുറക്കുന്നവരുടെ എല്ലാം നോമ്പിന്റെ കൂലി അവർക്കൊട്ടും കുറയാതെ നമുക്ക് ലഭിക്കുന്ന ഈ മഹത്തായ അവസരം സാധ്യമാകുന്ന എല്ലാവരും ഉപയോഗിക്കുകയും സാധ്യതയില്ലാത്ത ആളുകൾ, സാധ്യതയുള്ള ആളുകൾക്ക് ഈ സന്ദേശം അയച്ചു കൊടുത്ത് അവരെ അതിനെ പ്രേരിപ്പിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.